അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏതായാലും ഉച്ചക്ക് നമ്മുടെ ക്ലാസ്സിൽ ആരംഭിച്ച ഒരു ചർച്ചയാണ് ഇന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. യാദൃശ്ചികമായി നമ്മുടെ ക്ലാസ് റൂമിൽ വന്ന ചില മെസ്സേജുകളും PM-കളുമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ചക്ക് നമ്മളെ നിർബന്ധിതരാക്കിയത്. അത് വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് വിശദീകരിക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതല്ല അത് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ലതാനും. ഏതായാലും കുറെ ആളുകൾ ലൈവായി നമ്മുടെ ക്ലാസ് റൂമിൽ അവിടെ നടന്ന സംഭവം എന്താണ് എന്ന് അറിയാൻ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നു എന്ന സംശയത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയാം. സംഭവം ഒരു ഓന്തൻ അബൂബക്കർ, അദ്ദേഹത്തിന്റെ ഗുണ്ട ഒരു ഈന്തൻ അബൂബക്കറും തമ്മിലുള്ളൊരു പ്രശ്നമാണ് അവിടെ. ഓന്തൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, ഓരോരോ ആളുകളെ കാണുമ്പോൾ കളറ് മാറുന്ന ഒരു സംഭവത്തിനാണ് ഓന്ത് എന്ന് പറയാം. അപ്പൊ ഓന്തൻ അബൂബക്കർ ആരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവുള്ളൂ. കേരളത്തിലല്ല, ലോകത്ത് ഒരൊറ്റ ഓന്ത് അബൂബക്കർ ഉള്ളൂ. ആ ഓന്ത് അബൂബക്കറിന്റെ ഒരു ഗുണ്ടയുണ്ട് അവിടെ, ഈന്തൻ അബൂബക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എങ്ങനെയാണ് ഞാൻ ഈന്തൻ അബൂബക്കർ എന്ന് അവർ എന്നോട് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ചിരിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ ഫോണിലൂടെ നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് തെറ്റിദ്ധരിക്കരുതല്ലോ എന്ന് ഭയന്നുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ചിരിക്കാതെ ചെറിയ അമർത്തിപ്പിടിച്ചാണ് അദ്ദേഹത്തിന്റെ സംസാരം മുഴുവൻ ശ്രവിച്ചത്. എന്റെ മാന്യ സുഹൃത്തുക്കളെ, ഞാനിത് പറയുമ്പോൾ ഈ ഓന്തൻ അബൂബക്കറിന്റെയും ഈന്തൻ അബൂബക്കറിന്റെയും കഥ പരിസമാപ്തി കുറിക്കപ്പെടും. അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താണ്? കൂട്ടാവി, അല്ലെ? കൂട്ടാവിയിലെ പ്രശ്നത്തിന്റെ ഒരു സംഭവത്തിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ പുൽപ്പറ്റയിലെ കൂട്ടാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് ഇന്ന് കേരളത്തിൽ നിന്നും പുറത്ത് ഇന്റർനെറ്റ് വഴി ആഗോള ചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. കൂട്ടാവ് എന്ന് പറയുന്ന പ്രദേശത്ത് 1970-കളിൽ ആ പ്രദേശത്തെ നല്ലവരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പാണക്കാട് സാദാത്യങ്ങളുടെ അനുയായികളായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഒക്കെ പ്രവർത്തകർ, അതായത് ഒരു പ്രദേശത്ത് ഒരു പള്ളി വരിക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഉലമാവും ഉമറാവും എന്ന് പറഞ്ഞാൽ സമസ്തക്കാരും മുസ്ലിം ലീഗുകാരും എന്ന് കൃത്യമായി നമുക്ക് പറയാം. കാരണം ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ് എല്ലാ പള്ളി കമ്മിറ്റികളും നിലനിന്നിരുന്നത്. പാണക്കാട് കുടുംബത്തെ എല്ലാ നിലക്കും അംഗീകരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, അവരെ മതപരമായും രാഷ്ട്രീയപരമായും പിന്തുണ നൽകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരിപൂർണമായി അങ്ങനെയുള്ള ആളുകൾ അവിടെ 4-1 മദ്ഹബും അതുപോലെ തന്നെ 2-1 വിശ്വാസ സരണിയും അംഗീകരിക്കുന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് നേർച്ചയും മൗലിദും മറ്റുമൊക്കെ നടത്തി അവിടുത്തെ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നതിന് അവിടെ ഒരു നിസ്കാരപ്പള്ളി നിർമ്മിച്ചിരുന്നു. ആ നിസ്കാരപ്പള്ളിയുടെ സ്ഥലം എന്ന് പറയുന്നത് 7 സെന്റ് ഭൂമിയായിരുന്നു. അവിടുത്തെ നല്ലവരായ പാണക്കാട് സാദാത്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്ന, പാണക്കാട് സാദാത്യങ്ങൾ ഇങ്ങോട്ടും പാണക്കാട് സാദാത്യങ്ങൾ അങ്ങോട്ടും മതപര രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ നേതൃത്വമായി കണക്കാക്കുന്ന അവിടുത്തെ നല്ലവരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾ, മറ്റൊരർത്ഥത്തിൽ അവിടുത്തെ രാഷ്ട്രീയപരമായി പാണക്കാട് സാദാത്യങ്ങളുടെ ചേരിയിൽ നിൽക്കുന്ന വിഭാഗം, അങ്ങനെ ഉള്ള കുറച്ച് നല്ലവരായ ആളുകൾ നൽകിയ സ്ഥലത്താണ് അവിടെ ആ നിസ്കാരപ്പള്ളി നിലനിന്നിരുന്നത്. ഒരു 90-92 കാലഘട്ടങ്ങളിൽ അവിടെ ഒരു നാണി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ആള് അവിടെ കടന്നു വരിക. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള മുസ്ലിയാർ എന്നാണ്. പൂക്കളത്തൂർ ഭാഗത്തുള്ള ആളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ നാണി മുസ്ലിയാർ അവിടെ വന്നുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ സ്വന്തം മഹല്ലിൽ നിലനിൽപ്പില്ലാത്തതുകൊണ്ടും മഹല്ലിൽ അദ്ദേഹത്തെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാത്തതിന്റെ കാരണവും അദ്ദേഹം ഇങ്ങനെ അടുത്ത പ്രദേശത്ത് വന്നുകൊണ്ട് ഈ നിസ്കാരപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്കതൊരു ജുമാഅത്ത് പള്ളിയാക്കിയാലോ എന്ന ഒരു ചർച്ച
അവിടുത്തെ പൗരപ്രമുഖനും വലിയ മഹാനുമായിരുന്ന മുക്കൻ അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. ആവുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനോടനുബന്ധിച്ചൊരു 15 സെന്റ് സ്ഥലം കൂടി പള്ളിയുടെ വിപുലീകരണാർത്ഥം ആവശ്യമാണെന്ന് പറയുകയും 15 സെന്റ് സ്ഥലം അനുവദിക്കപ്പെടുകയും ചെയ്തു. 15 സെന്റ് സ്ഥലം ഒരു അബൂബക്കർ എന്ന് പറയുന്ന മറ്റൊരു അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ 15 സെന്റ് സ്ഥലത്തിനുള്ള പണം നൽകാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് വാങ്ങാൻ ചെന്നപ്പോൾ ഇതിന്റെ തൊട്ടടുത്തുള്ള ആള് പറഞ്ഞു, നമ്മുടെ പള്ളിയാണെങ്കിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പള്ളിയാണെങ്കിൽ ഞാൻ സ്ഥലം വിൽക്കുകയുള്ളൂ. മാത്രമല്ല 15 സെന്റ് സ്ഥലത്തിൽ 1 സെന്റ് എന്റെ വക ഫ്രീ ആയിട്ട് ദാനമായിട്ട് ഞാൻ നൽകാനും തയ്യാറാണ്. അങ്ങനെ 15 സെന്റ് സ്ഥലം വാങ്ങി അവിടെയുള്ള പാവപ്പെട്ട അവിടുത്തെ നാട്ടുകാരുടെ 7 സെന്റ് സ്ഥലവും 15 സെന്റ്, അങ്ങനെ 22 സെന്റ് സ്ഥലമായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുക്കൻ അബ്ദുള്ള മുസ്ലിയാരുടെ പെങ്ങൾ അവിടേക്ക് ഒരു 5 സെന്റ് സ്ഥലം കൂടി പള്ളിയിലേക്ക് വഖഫ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 7ഉം 15ഉം 22ഉം 5ഉം 27 സെന്റ് സ്ഥലമായി മാറി. അങ്ങനെ അവിടെ പള്ളി വരികയും പള്ളി വിപുലീകരിക്കുകയും ജുമാഅത്ത് പള്ളിയാവുകയും ഈ നാണി മുസ്ലിയാര് നമുക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ തുടക്കത്തിലേ ചോദിച്ചു ഏതിന്റെ കീഴിലാണ് പള്ളി എന്ന് വെച്ചപ്പോൾ സമസ്ത കേരള, നമുക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, നമ്മള് പഴയ സഭയിൽ തന്നെയാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആളുകൾ സ്ഥലവും മറ്റുള്ള സംഭാവനകളും ഒക്കെ നൽകി പള്ളിയുടെ വിപുലീകരണത്തിന് പരിപൂർണമായ സഹകരണങ്ങൾ നൽകി. അങ്ങനെ അത് കഴിഞ്ഞപ്പോ പള്ളിയൊക്കെ ആയി എന്ന് കണ്ടപ്പോ നാണി മുസ്ലിയാരുടെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം. നാണി മുസ്ലിയാർ പറഞ്ഞു, നമുക്കിപ്പോ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ കൊണ്ടുപോയി കൂടെ, ഏതായാലും നമുക്ക് സമസ്ത എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെയല്ലേ, 2 വിഭാഗത്തും ഉസ്താദുമാരല്ലേ, നമ്മുടെ ഉസ്താദുമാരാണ് 2 വിഭാഗത്തുമുള്ളത്, അതുകൊണ്ട് ഒരു വിഭാഗീയമായ ഒരു വിഷയം നമുക്ക് വേണ്ട എന്ന് പറയുകയും അദ്ദേഹം പൗരാണികമായി നമ്മൾ ആചരിച്ചു പോരുന്ന, നമ്മൾ അംഗീകരിക്കുന്ന സമസ്തയുമായി യോജിച്ച് നമുക്ക് നിലനിൽക്കാനും എന്നാൽ പുതിയതൊന്നിലേക്കും പോകാതിരിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു വിഭാഗീയത സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം എന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാണി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അളിയനെ അവിടെ മുഅ്സിനായി മുക്രിയായി നിയമിച്ചു. അങ്ങനെ നാണി മുസ്ലിയാർ എന്ന് പറയുന്ന ഈ നാണി അവിടെ ഇല്ലാത്തത് കൊണ്ട്, പലപ്പോഴും അവിടെ ബന്ധപ്പെടാത്തത് കൊണ്ട് അദ്ദേഹം കാളിയാണെങ്കിലും അവിടെ മറ്റൊരു ഖത്തീബിനെ നിയമിക്കാനും തയ്യാറായി. ആ ഖത്തീബ് സാധാരണഗതിയിൽ അവിടെ നടത്തി വരാറുള്ള ഏർപ്പാടുകളൊക്കെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ദുആ, സിക്ർ, മജ്ലിസുകൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഖത്തീബിന്റെ ചുമതല ഈ മുഅ്സിൻ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലെത്തി. കാരണം മുതലാളിയുടെ അളിയനാണ് മുഅ്സിൻ. നാണി മുസ്ലിയാരുടെ അളിയനാണ് സത്യത്തിൽ മുഅ്സിൻ. അപ്പൊ മുഅ്സിൻ എന്ന് പറയുമ്പോൾ കാളിയർ അളിയൻ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ അധികാരം, അദ്ദേഹത്തിന്റെ ആ ഒരു ഹുങ്ക് അവിടെ കാണിച്ചപ്പോ സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾക്കിടയിൽ ഒരു പ്രശ്നം, സ്വാഭാവികമായിട്ടും ആളുകൾ അത് ചർച്ചക്കെടുത്തു. ഖത്തീബ് ഉസ്താദ് ഉണ്ടാകുന്ന സമയത്ത് എന്താ മുഅ്സിന് എത്ര വലിയ അധികാരങ്ങൾ, ഖത്തീബ് നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്താ ഇയാൾ നിർവഹിക്കുന്നു. ഇത് എന്തോ ഒരു തുടക്കത്തിന്റെ, എന്തോ ഒരു പ്രശ്നത്തിന്റെ തുടക്കമാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കൈകാര്യം ചെയ്യുന്ന ഏർപ്പാടുകൾ ചില ആളുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തതുപോലെ ചില മഹാന്മാരായ ആളുകൾ കൈകാര്യം ചെയ്യപ്പെടേണ്ട ചില വസ്തുതകൾ, ചില കാര്യങ്ങൾ അർഹരല്ലാത്ത അനർഹരായ ചില വ്യക്തിത്വങ്ങൾ കൈകാര്യം ചെയ്യാൻ രംഗപ്രവേശനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബുദ്ധിയുള്ള അവിടുത്തെ നാട്ടുകാരിൽ ചില സംശയങ്ങൾ ഉദിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു ഈ ഏർപ്പാട് പറ്റൂല, ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് നടത്തട്ടെ, കാളിയറുണ്ടെങ്കിൽ കാളിയർ പാപ്പ നടത്തിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിരോധമില്ല. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ട നാണംകെട്ട നാണി മുസ്ലിയാർ മാന്യമായ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് ബദല് ഖത്തീബിനെ പിരിച്ചുവിടുകയാണ് തീരുമാനിച്ചത്. ഖത്തീബിനെ ഒഴിവാക്കുക എന്നൊരു കാര്യം കാണി. മുക്രി ഈ പ്രതിസന്ധികൾ സൃഷ്ടിച്ചപ്പോ ഖത്തീബിന്റെ അധികാര പരിധിയിൽ കടന്നുകൊണ്ട് മുക്രി വിലസിയപ്പോ സ്വാഭാവികമായിട്ടും നാണോ മാനോ അല്ലൊരു കാളിയായിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പറയേണ്ടിയിരുന്നത്, എന്നാൽ നമുക്ക് ഈ മുക്രിയെ താൽക്കാലികമായി നമ്മുടെ ഈ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഈ പ്രദേശത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നായിരുന്നു, അല്ലേ? അപ്പോ
അത് പിന്നെ വന്നോളും ഇൻഷാ അല്ലാഹ്. ചർച്ച ഉസാറാകുമ്പോ വന്നോളും, ചർച്ച ആകുമ്പോ വന്നോളും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരവസ്ഥയിൽ അതിന് ബദലായി ഖത്തീബിനെ പിരിച്ചുവിടുക എന്നൊരു അഭിപ്രായം വെച്ചപ്പോ ആളുകൾ ഇടപെട്ടപ്പോ സ്വാഭാവികമായിട്ടും ശക്തമായ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായി. ആളുകൾ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ ഖത്തീബിനെ ഒഴിവാക്കാൻ സമ്മതിക്കൂല, മുക്രിനെയാണ് ഒഴിവാക്കേണ്ടത്. മറ്റൊരു പറയും മുക്രിനെ ഒഴിവാക്കാൻ പറ്റൂല, ഖത്തീബിനെയാണ് ഒഴിവാക്കേണ്ടതെന്നാണ്. ന്യായം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെ, ഒരു ന്യായം. ഏത് നാണിയാണെങ്കിലും അദ്ദേഹത്തിനും ഒരു ന്യായം ഉണ്ടാണല്ലോ അല്ലെ. സ്വാഭാവികമായിട്ടും നാണി മൊല്ലാക്കാന്റെ ബക്കല് അങ്ങനത്തെ ഒരു ന്യായമില്ല, ഒറ്റ ന്യായമുള്ളൂ. ആള് നമ്മുടെ അലിയനാണെന്നുണ്ടെങ്കിൽ നിയമം വേറെയാണ്. അല്ലേ, മൊല്ലാക്കാന്റെ മാനും ഉണ്ട് പറഞ്ഞില്ലേ പണ്ട്, ഉസ്താദിന്റെ മാനും ഉണ്ട് പറഞ്ഞില്ലേ. എന്നാ ഒലക്ക കൗത്തി വെച്ചതാർന്നില്ലേ, ഒരു കുന്തം മുഴുവൻ നെല്ല് കൊടുക്കുക, കുന്തം മൂടുന്നത്ര നെല്ല് കൊടുക്കണം എന്നർത്ഥരെ. കുട്ടികളാരോ തെറ്റ് ചെയ്തപ്പോഴേ അതിലും ആൾക്കാർ വന്നിട്ട് അതിൽ മൊല്ലാക്ക നിങ്ങളെ മാനും ഉണ്ട് പറഞ്ഞിട്ടേ, ഉസ്താദ് നിങ്ങളെ മാനും ഉണ്ട് പറഞ്ഞത്. എന്നാ കുന്തം കൗത്തി വെച്ചതാർന്നിട്ടേ, കുന്തം ഇങ്ങനെ പിന്നെ കമഴ്ത്തി വെച്ചതാണ്, അതിന്റെ മേലെ കുറച്ച് നെല്ലിട്ടാ മതിയല്ലോ. ഈ രൂപത്തിലാണ് ചില നിലപാടുകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും നാണി മുസ്ലിയാരുടെ അലിയൻ അവിടെ നിന്ന് മാറ്റാൻ ആര് സമ്മതിച്ചില്ല? നാണി മുസ്ലിയാരുടെ അലിയനെ അവിടുന്ന് മാറ്റാൻ ഇവര് സമ്മതിച്ചില്ല. നാണി മുസ്ലിയാരുടെ നാണി മുസ്ലിയാരും അദ്ദേഹത്തിന്റെ ആളുകളും സമ്മതിച്ചില്ല. അപ്പൊ ആളുകൾ ഭയങ്കര പ്രശ്നമായി, കച്ചറയായി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിസന്ധികൾ ഉണ്ടാക്കി. അപ്പോ ഫൈനലായി രണ്ടാളെയും അവിടുന്ന് മാറ്റുക എന്ന ഒരു സമീപനമാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത്. അതിനുശേഷം ഇങ്ങനെ പോയാൽ ഇത് അപകടമുണ്ടാക്കും എന്ന് പറയുമ്പോ അപകടം ഉണ്ടാക്കും എന്ന ഒരു ചിന്താഗതി അവരിലുണ്ടാകുകയാണ്. കാരണം ഇത് നമ്മളിൽ നിന്ന് കൈവിട്ടു പോവുകയാണ്. കാരണം അവിടെ സ്വാഭാവികമായിട്ടും വർഷങ്ങളായി കാളിയാരും ഈ മുക്രിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിലാണ് കാര്യങ്ങൾ നടന്നു പോണത്. അവിടുത്തെ കണക്കുകളും കാര്യങ്ങളും ഒന്നും പൊതുവെ ജനങ്ങളെ ബോധ്യപ്പെടുത്താറില്ല. ഒരു കമ്മിറ്റി എന്ന നിലക്ക് ഒന്നും കൈകാര്യം ചെയ്യാൻ സ്വാഭാവികമായിട്ടും സമ്മതിക്കാറില്ല. ഇദ്ദേഹം ഇങ്ങനെ ഒറ്റയാൾ പട്ടാളമായി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഇത് നമ്മളിൽ നിന്ന് കൈവിട്ടു പോവുകയാണ് ഇതിലൂടെ എന്ന് മനസ്സിലാക്കിയ ഈ ആളുകൾ രണ്ടാളെയും താൽക്കാലികമായി അവിടുന്ന് മാറ്റി നിർത്താൻ സമ്മതിച്ചെങ്കിലും മെല്ലെ ഒരു കമ്മിറ്റി, ഒരു വ്യാജമായ ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയാണ്. അതിനു മുമ്പ് ഇത് പള്ളിയായി, ജുമാഅത്ത് പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സമയത്തൊരു കമ്മിറ്റി, അവിടെ ഒരു ബൈലോ അവിടെ നിലനിന്നിരുന്നു. അതിന്റെ പേരിൽ ഒരു രജിസ്ട്രേഷൻ നിലനിൽക്കുന്നുണ്ട്. ആ ബൈലോ എന്ന് പറയുന്നത് അവിടെ കൃത്യമായി സുന്നത്ത് ജമാഅത്തിന്റെ 4/1 മദ്ഹബ് അംഗീകരിക്കുകയും 2/1 ഈമാനികമായ വിശ്വാസപരമായ സരണിയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിൽ മെമ്പർമാരാകാം എന്ന ഒരു വസ്തുത നിലനിൽക്കെ പുതിയ ഒരു സിദ്ധാന്തം അവിടെ കൊണ്ടുവരികയാണ്. അതിൽ പുതിയൊരു ബൈലോ ഉണ്ടാക്കി, പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കി, അതിന് പുതിയൊരു ബൈലോ ഉണ്ടാക്കി, ആരും അറിയാതെ അത് പോയി രജിസ്റ്റർ ചെയ്തു അവരെ. ആ ബൈലോയിൽ പറയുന്നത് മർക്കസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന SYSലെ മെമ്പർമാർക്ക് മാത്രമേ ഈ പള്ളി കമ്മിറ്റിയിൽ മെമ്പർമാരാകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബൈലോ ഉണ്ടാക്കി. ഈ പള്ളി വന്ന 1970 നിർമ്മിതമായ ഈ പള്ളിക്ക് 2010 പുതിയൊരു രജിസ്ട്രേഷൻ എടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾ ഇങ്ങനെ ഒരു ചതി ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഒരു പ്രശ്നം അപ്പാടെ അവസാനിച്ചു, മുക്രിയെയും ഖത്തീബിനെയും മാറ്റി നിർത്തലോടുകൂടി അത് അവസാനിച്ചു എന്ന് കരുതിയിരുന്ന പാവപ്പെട്ട ആളുകൾ, ആ ആളുകളെ മൊത്തം ആ മഹല്ലിലെ മുഴുവൻ സത്യവിശ്വാസം വഞ്ചിച്ചുകൊണ്ട് വ്യാജമായ എന്ന് പറയണ്ടെന്നാണ് പല ആളുകളും പറയുന്നത്. കാരണം വ്യാജം എന്ന് അവരെ കൂട്ടത്തിൽ കൂട്ടണ്ട, എന്തുണ്ടെങ്കിലും ഒരു വ്യാജം ഉണ്ടാവും അല്ലെ, എന്തിന്റെ പിന്നിലും വ്യാജം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അവർ ചെയ്തു, അവരൊരു ബൈലോ ഉണ്ടാക്കി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. വ്യാജം അവരെ കൂട്ടത്തിൽ അത് ഇൻബിൽറ്റാണ്. പ്രത്യേകമായി നമ്മളൊന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ബന്ധിതമാണ് അവരിൽ വ്യാജം. അപ്പൊ അതുകൊണ്ട് എന്തായാലും വ്യാജമായി അവരുണ്ടാക്കിയ ഈ ബൈലോയും ഈ കമ്മിറ്റിയും നമ്മുടെ ആളുകൾ തിരിച്ചറിഞ്ഞു. സ്വാഭാവികമായിട്ടും അവിടെ ചെന്ന് ബന്ധപ്പെട്ടു, റൈഷാഫിൽ പോയി അതിന്റെ പകർപ്പെടുത്തിട്ട് നമ്മൾ അവിടെ ഒരു ലെറ്റർ കൊടുത്തു.
നമ്മളെ ലെറ്ററിൽ കൃത്യമായി നമ്മൾ വിശദീകരിച്ചു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് ഇതിന്റെ സ്ഥലവും മറ്റു ഭൂമിയും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നതും ഇപ്പോ ഇവിടെ രജിസ്റ്റർ ചെയ്തതും രണ്ട് കമ്പനിയാണ്. രണ്ടാണ്. ഒന്ന് അവിടുത്തെ പ്രാദേശികമായ മഹല്ല് ജമാഅത്തിന്റെ പേരിലാണ്. ഇപ്പോ ഇവർ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മർക്കസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പേരിലാണ്. ഈ ഭൂമി ഒന്നും നിലനിൽക്കുന്നത് അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ നിലനിൽക്കുന്നത് അതിന്റെ ആധാരം പരിശോധിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും. അത് അവിടുത്തെ പാവപ്പെട്ട സുന്നികളുടെ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ പേരിലതാണ്, ഈ സംഘടനയുടെ പേരിലുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു രജിസ്ട്രേഷൻ പുതുക്കി കൊടുക്കേണ്ടതില്ല എന്നും അവരിൽ നിന്ന് നികുതി അടക്കമുള്ള ഒരു കാര്യങ്ങളും സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് അവിടുത്തെ രജിസ്ട്രാർ എടുത്തു. അതോടുകൂടി അവിടെ സംഭവം സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ പിന്നെയും ഉരുത്തിരിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വഷളായ ഈ ആളുകൾ അവിടുത്തെ നാട്ടുകാരുടെ സ്വത്ത് അടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മെനക്കെട്ട ഈ വിഭാഗം ആളുകൾ, നാണമില്ലാത്ത നാണി മുസ്ലിയാരും അദ്ദേഹത്തിന്റെ ആളുകളും സ്വാഭാവികമായിട്ടും അവർ വികാരഭരിതമാവുകയും അവർ ഭ്രാന്തമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിലൂടെ ഒറ്റയ്ക്ക് പോകുന്ന നമ്മുടെ ആളുകളെ പിടിച്ച് ആക്രമിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. നമ്മുടെ ആളുകളെ പിടിച്ചാക്രമിക്കുക. അക്കൂട്ടത്തിൽ MSF കാരനായ ഒരു കുട്ടിയെ ആക്രമിച്ചു. പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാളുടെ അനുജനാണ് MSF കാരൻ. അദ്ദേഹത്തെ ആക്രമിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അതിലൂടെ കാറിൽ പോകുമ്പോൾ കാർ അടിച്ചു തകർത്തു. ഇങ്ങനെ എല്ലാ നിലക്കും ഭ്രാന്തമായ ഒരുതരം പ്രത്യേകമായ AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുന്നത് പോലെ അവർ വിറച്ച് ചാകും എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ മൊത്തത്തിൽ ആ വിഭാഗം ആളുകൾക്ക് മൊത്തമുണ്ടായി. SSFന്റെ ഗുണ്ടകൾ, ഈ ഓന്ത് മുസ്ലിയാരുടെ ഗുണ്ടകളായ ഈന്ത് അടക്കമുള്ള എല്ലാ ആളുകളും അവിടെ ഹാലിളകി പരിപൂർണമായ വികാരത്തോടുകൂടി ഒരു പ്രത്യേകമായ ഭ്രാന്തമായ ആവേശത്തോടുകൂടി അവിടുത്തെ മുസ്ലിം ഉമ്മത്തിന് നേരെ കലിതുള്ളി. സ്വാഭാവികമായിട്ടും ഈ കുട്ടി MSF കാരൻ ആണ് എന്നതിന്റെ പേരിൽ MSFന്റെ ആളുകൾ അവിടെ ചെന്ന് ചോദ്യം ചെയ്തു. അതിനോടനുബന്ധിച്ചുകൊണ്ട് MSFന്റെ ആളുകൾ അതിനെതിരെ MSFകാർക്കെതിരെ അവിടെ മുദ്രാവാക്യവും പ്രകടനവും നടത്തിയ SSFകാരൻ. അതിനുശേഷം അവിടെ MSFന്റെ നേതൃത്വത്തിൽ ഷുക്കൂർ വധവുമായി ബന്ധപ്പെട്ട് ഷുക്കൂർ അനുസ്മരണ സമ്മേളനത്തിൽ അവിടെ ഇതുപോലെയുള്ള അക്രമങ്ങളെ ചോദ്യം ചെയ്തു. സ്വാഭാവികമായിട്ടും MSFകാരൻ ആക്രമിക്കപ്പെട്ടപ്പോ അതുകൂടി അതിൽ ചർച്ചാ വിഷയമായി. ഇങ്ങനെയുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഈന്തൻ അബൂബക്കർ എന്ന് പറയുന്ന ഓന്തൻ അബൂബക്കറിന്റെ ശിഷ്യൻ ഈന്തൻ അബൂബക്കർ രംഗപ്രവേശനം ചെയ്യാം. അദ്ദേഹമാണ് അവിടുത്തെ പ്രധാന SSF എന്ന് പറഞ്ഞാൽ പ്രധാന ഗുണ്ട അല്ലേ. ഈ ഓന്തൻ അബൂബക്കർ മോലിയരുടെ ഈന്തൻ അബൂബക്കർ അവിടെ രംഗപ്രവേശനം ചെയ്യുക. അതോടുകൂടി ഈന്തൻ അബൂബക്കർ പിന്നെ പറയണ്ടല്ലോ, അവിടുത്തെ പ്രധാന SSF ആണ്. പ്രധാന SSF എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും ഗുണ്ടാ വിളയാട്ടം ഇവർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് രചിച്ച ഒരു പുസ്തകം എന്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 85ാം വാർഷിക ഉപഹാരമായി അമൂല്യ രക്തങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കുറെ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണ്, ശംസുൽ ഉലമയുടെ ലേഖനങ്ങളാണ് ഈ പുസ്തകം മുഴുവനുള്ളത്. അതിൽ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ മഹാനായ ശംസുൽ ഉലമ പറയുന്നത് കേട്ടാൽ ഇത് ഇവരുടെ നേതാക്കന്മാരുടെ തന്നെ ഒരു ഏർപ്പാടാണ്. സത്യത്തിൽ മുസ്ലിം സമൂഹത്തെ ഇവിടുത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അണികളെ, ബഹുമാനപ്പെട്ട കന്നിയത്ത് ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ബഹുമാനപ്പെട്ട KK അസ്രത്ത് ഖദ്ദസല്ലാഹു തആല അസ്റാറുഹും, ഈ മഹാന്മാരുടെ അനുയായികളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഈ വിഭാഗം പടച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ്, ഒരു തീവ്രവാദ സംഘടനയാണ് സുന്നി ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്നത്. സമാധാനത്തിന്റെ ആളുകൾ ആരെങ്കിലും ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കുമോ? സമാധാനത്തിന്റെ ആളുകൾ വല്ല റാറ്റ് ഫോഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നല്ലാതെ അല്ലേ? സമാധാനത്തിന്റെ ആളുകൾ ആരെങ്കിലും ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കുമോ? സുന്നി ടൈഗർ ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളെയും അതുപോലെ പ്രവർത്തകരെയും ആക്രമിക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ ഒരു സംഘടനയാണത്. ആ സംഘടനയുടെ പേരിൽ
നിരന്തരമായ അക്രമങ്ങൾ അയച്ചുവിട്ടതിന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അടക്കമുള്ള ആളുകളുടെ ലേഖനങ്ങളും പ്രഭാഷണങ്ങളും ഇന്നും തെളിവായി നിലനിൽക്കുന്നുണ്ട്. തീവ്രമായ ഒരു സംഘടനയ്ക്ക് നേതൃത്വം നൽകി തീവ്രവാദികളെ പടച്ചുണ്ടാക്കി തീവ്രവാദപരമായ ചിന്താഗതികൾ കുത്തിച്ചെലുത്തി ആളുകളിൽ തീവ്രവാദവും വർഗീയവാദവും അതുപോലെ വിധ്വംസകവാദവും സംഘട്ടനവും ഒക്കെ നിറച്ച് കൊടുത്തുകൊണ്ടാണ് സത്യത്തിൽ SSF എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ വളർത്തിയുണ്ടാക്കിക്കുന്നത്. അവർക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ, അവരുടെ തെറ്റായ നിലപാടുകൾ ആരെങ്കിലും ചോദ്യം ചെയ്താൽ, നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തു കൊണ്ടുപോയി നിങ്ങളുടെ പേഴ്സണൽ പേരിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നീക്കം അത് തെറ്റാണെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ തയ്യാറായാൽ അവരെയൊക്കെ ഒറ്റക്കും ഇരട്ടക്കുമായി ആക്രമിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നത് കാലാകാലങ്ങളായി നമ്മൾ കാണുന്നതാ. മാത്രമല്ല മാന്യമ സുഹൃത്തുക്കളെ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ മദ്രസകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇവർ 1, 2, 3, 4 ആളുകൾ കയറി വരികയും അക്രമങ്ങൾ അയച്ചുവിടുകയും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും സുഗമമായി ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തൊരവസ്ഥാവിശേഷം കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. 1, 2 ആളുകളാണ്ടാവും ഒരു മഹല്ലിൽ. ഇവരെ 1, 2 ആളുകൾ ഉള്ള ഒരു മഹല്ലിൽ ആ മഹല്ലിന്റെ സുഗമമായ പ്രവർത്തനത്തെ ഇവർ സമ്മതിക്കും. ഇവരുടെ സ്ഥാപനങ്ങളൊക്കെ വളരെ മാന്യമായി വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടാവാറില്ല. അവരുടെ സ്ഥാപനങ്ങളൊക്കെ അവരുടെ സ്വന്തം സ്ഥാപനങ്ങൾ. നമ്മുടെ സ്ഥാപനങ്ങളാകട്ടെ 1, 2 ആളുകൾ ആ മഹല്ലിലുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് അവർ കമ്മിറ്റിയിൽ വരികയും ജനറൽ ബോഡിയിൽ വരികയും അവിടെ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കമ്മിറ്റി നടത്താൻ സമ്മതിക്കാതിരിക്കുകയും പള്ളികൾക്കെതിരെയും മദ്രസകൾക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും തെറിയഭിഷേകം ചെയ്യുകയും മുദ്രാവാക്യം വിളിക്കുകയും അവിടുത്തെ വിധ്വംസവാദികളെ, അവിടുത്തെ കലാപകാരികളെ, അവിടുന്ന് തെറിച്ചു നിൽക്കുന്ന ചില ആളുകളെ, അവിടുത്തെ മദ്യത്തിനും മദിരാശിക്കും അടിമയായ ചില വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ അവരുടെ ആ പ്രത്യേകമായ പള്ളിയുടെയും മദ്രസയുടെയും ഒക്കെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ, രാഷ്ട്രീയത്തിന്റെ എതിരാളികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കി എല്ലാ വിധ്വംസവാദികളെയും നിരീശ്വര നിർമ്മിത പ്രസ്ഥാനക്കാരെയും എല്ലാവരെയും അവിടെ കൂട്ടുകൂടി അവരുടെ കൂട്ടുകെട്ടുണ്ടാക്കി ഈ പള്ളികൾക്കെതിരെയും മദ്രസകൾക്കെതിരെയും പ്രകടനങ്ങളും അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ ഖരോവുകളും സൃഷ്ടിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കറിയാം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട KK അസ്രത്തും ബഹുമാനപ്പെട്ട മാന ഉസ്താദും അതുപോലെ KV ഉസ്താദും ഖദ്ദസല്ലാഹു തആല അസ്റാറഹും മഹാരഥന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ, ഇപ്പറയപ്പെട്ടവരുടെ ഉസ്താദുമാർ, അവരൊക്കെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസ് വളയാൻ ഇവർ മെനക്കെട്ടു എന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ആ ഓഫീസ് വളയാ. ശംസുൽ ഉലമ അടക്കമുള്ള ആളുകൾ, കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള ആളുകൾ, KV ഉസ്താദ് അടക്കമുള്ള ആളുകൾ AP അബൂബക്കർ മുസ്ലിയാർക്ക് തറവറ പഠിപ്പിച്ചു കൊടുത്ത, AP അബൂബക്കർ മുസ്ലിയാർക്ക് അലിഫും ബാവും പഠിപ്പിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട KK അബൂബക്കർ അസ്ലത്ത് അടക്കമുള്ള മഹാരഥന്മാരായ ഉസ്താദുമാരെ ഓഫീസിൽ വെച്ചുകൊണ്ട് ഗരവ ചെയ്തു. അവർക്കെതിരെ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. അവിടുത്തെ CIT-കാരെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ ഉസ്താദുമാരെ എല്ലാവിധ അനാവശ്യമായ പദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തെറിയഭിഷേകം ചെയ്തു. ഇതൊക്കെ നിരവധി തെളിവുകൾ നമുക്ക് മുമ്പിലുള്ളതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിളർപ്പുമായി ഇവർ ഇന്ന് കേരളത്തിൽ കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ ചെള്ളുക. അക്രമം ഉണ്ടാക്കാൻ ഇവർ അംഗസംഖ്യ കൂടുതലൊന്നും വേണ്ട, അത് സ്വാഭാവികമാണ്. അക്രമത്തിന് വേണ്ടി വലിയൊരു അംഗസംഖ്യ ആവശ്യമില്ല. എപ്പോഴും കേരളത്തിലല്ല ലോകത്തെവിടെയും അക്രമങ്ങൾ അയച്ചുവിടുന്ന ആളുകൾ വളരെ തുലോം പരിമിതമായിരിക്കും. ഇപ്പൊ ലോകത്ത് ഏറ്റവും പ്രസിദ്ധരായ അക്രമകാരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽഖ്വായിദയിലോ അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളിലോ വിധ്വംസക സംഘടനകളിലൊക്കെ ആളുകൾ വളരെ ദുർലഭമായിരിക്കും, വളരെ കമ്മിയായിരിക്കും. വളരെ കങ്കുലി പരിമിതമായ ആളുകൾ തന്നെ വലിയ അക്രമങ്ങൾ അയച്ചുവിടുന്നതിന് അവർക്ക് കഴിയും. സ്വാഭാവികമായിട്ടും ഇവർക്കെതിരെയുള്ള രാഷ്ട്രീയ കക്ഷികളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ അക്രമങ്ങൾ ഉണ്ടാക്കും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്ന് പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ ഉന്നതി, ഇന്ത്യയുടെ ഈ സംരംഭത്തെ നികശികാന്തം എതിർത്തത് EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം ശരീഅത്തിനെ നിശിതമായി വിമർശിച്ചു. അവസാനം EMS തനിക്ക് ശരീഅത്തിനെ സംബന്ധിച്ച് ഒന്നും അറിയില്ലെന്ന് പരസ്യ പ്രസ്താവന ഇറക്കി. മുസ്ലിം ഇന്ത്യയുടെ ഈ സംരംഭത്തെ എതിർത്തുണ്ട്, അതാണ് കാരന്തൂർപ്പാട്, അത് സുന്നികൾക്ക് പറ്റുകയില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് എന്ന് പറഞ്ഞ ശംസുൽ ഉലമയുടെ ദീർഘമായ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ഇവരെ കുറിച്ച് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറയുന്നു. ആ
ആക്ഷേപിക്കുന്നത് പോലെ ഇതര കക്ഷികളുമായി ഐക്യമല്ല എന്നൊക്കെ പറഞ്ഞ ശംസുൽ അങ്ങനെ പറയാണ്. മീർ ജാഫർമാരാണ് ഇവര്. ഈ മീർ ജാഫർമാരെ ബംഗാളിൽ സിറാജുദ്ദീൻ ദൗലയുടെ പ്രശസ്ത ഭരണത്തിനും അദ്ദേഹത്തിനുമെതിരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മീർ ജാഫറിന് കൈക്കൂലി കൊടുത്തു. അതോടെ സിറാജ് ദൗലയുടെ ഭരണം അവസാനിച്ചു. 4ാം മൈസൂർ യുദ്ധം പരാജയപ്പെടുത്താൻ ടിപ്പു സുൽത്താനെതിരെ ബ്രിട്ടീഷുകാർ മീർ സാദിഖിന് സ്വർണ്ണ നാണയം വാഗ്ദാനം ചെയ്തു. യുദ്ധം പരാജയപ്പെടുകയും ടിപ്പു സുൽത്താൻ രക്തസാക്ഷിയാവുകയും ചെയ്തു. മീർ ജാഫർമാരുടെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നതാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർണ്ണ നാണയങ്ങൾ ഒരിക്കൽ ബ്രിട്ടീഷുകാർ ഒറ്റിക്കൊടുത്തവന്റെ വായിലൊഴിച്ചു കൊടുത്തു. ആകയാൽ സമുദായം ആധുനിക മീർ ജാഫർമാരെ സൂക്ഷിക്കുക. മീർ ജാഫർമാരുടെ അന്തം ഇൻഷാ അല്ലാഹ് അതേ വിധത്തിലാവുമെന്ന് ബഹുമാനപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് അന്ന് പ്രവചിച്ചതാ. എന്റെ മാന്യ സുഹൃത്തുക്കൾ ചിന്തിക്കണം. ഈ മീർ ജാഫർമാരെ നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. ഒരു വേള എന്റെ മാന്യ സുഹൃത്തുക്കൾ ചിന്തിക്കണം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഈ വിഭാഗം മുസ്ലിം ലീഗിനെ പുറത്തു നിന്നുകൊണ്ട് ആക്രമിക്കാൻ കഴിയില്ല, പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടായപ്പോ മുസ്ലിം ലീഗിനോട് ചെങ്ങാത്തം നടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കുള്ള 20 സീറ്റിൽ 18 സീറ്റും നേടിത്തന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ചെങ്ങാതികളായി വന്ന് മുസ്ലിം ലീഗിന്റെ അകത്ത് കയറി മുസ്ലിം ലീഗിനെ പൊളിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞെക്കിക്കൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നക്കിക്കൊല്ലുക എന്ന ഇവരുടെ പുതിയ തന്ത്രത്തിന്റെ ഭാഗമായി ഇവർ മുസ്ലിം ലീഗിൽ പ്രവേശിച്ചു. അവസരം കിട്ടിയപ്പോൾ മുസ്ലിം ലീഗിനെതിരെ സമുദായത്തിന്റെ പള്ളികൾക്കും അതുപോലെ തന്നെ ഉലമാക്കൾക്കും എതിരെ വാളോങ്ങുന്ന കമ്പിപ്പാരയും അതുപോലെ വടവാളുമായി രംഗത്തിറങ്ങുന്ന ആളുകളാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എന്ന് മുസ്ലിം ലീഗിന്റെ ആളുകളെന്ന് പരസ്യമായി ഇവർ കേരളത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ഇന്നലെയുമായി ഇന്റർനെറ്റിൽ ആളുകൾ മുഴുവൻ അത് കേട്ടുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഒരു ലോകസഭാ ഇലക്ഷൻ വിളിപ്പാടകരെ വന്നു നിൽക്കുമ്പോ മുടിക്കാരുടെ നേതാവായ മോഡിയെ അധികാരത്തിലേറ്റുന്നതിനു വേണ്ടി അവിടെ അദ്ദേഹവുമായുള്ള ചില അവിഹിത ബന്ധം നമ്മൾ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ലാസ് റൂം അടക്കമുള്ള നമ്മുടെ ഇന്റർനെറ്റ് മീഡിയകളിൽ നമ്മൾ പുറത്തുവിട്ടതാണ്. അവരുമായി സാമ്പത്തികമായ സഹായം സ്വീകരിക്കുന്നതും ഇന്ത്യയിലെ ഏറ്റവും മതേതരവാദിയായ നേതാവാണ് മോഡി എന്ന് വരുത്തി തീർക്കുന്നതിന് ഈ മുടി കമ്പനി മൊത്തത്തിൽ അവിടെ അദ്ദേഹത്തിന് മതേതര ചായം പൂശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മോഡിയുടെ എതിരാളികൾ എന്ന നിലക്ക് ഈ മോഡിയുടെ എതിരാളികളെ പരാജയപ്പെടുത്തി മോഡിയുടെ എതിരാളികളുടെ സീറ്റ് അംഗബലം കേരളത്തിൽ നിന്ന് കുറച്ചു കൊടുക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗും അതടക്കമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയും അംഗബലത്തെ കുറക്കുന്നതിന് വേണ്ടി പാർലമെന്റിലേക്ക് കുറക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ അവിടുത്തെ ആളുകൾ, സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പള്ളി, ആ പ്രദേശത്തെ ഒരു പള്ളി, സ്വാഭാവികമായിട്ടും പള്ളിയും മദ്രസയും അതുപോലെ ദീനീ പ്രവർത്തന രംഗത്തും സജീവമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കേരളത്തിലുള്ള മദ്രസകളിൽ കേരളത്തിലെ മദ്രസ പ്രസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ നേതാവായി കേരളത്തിൽ മദ്രസകൾ ഇത്രത്തോളം ആയിരക്കണക്കിന് 10,000-കണക്കിന് എത്തി നിൽക്കുന്ന മദ്രസകളുടെ ഉത്തരവാദിത്തം ആ മദ്രസ പ്രസ്ഥാനത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളാണ്. ആ ബാഫക്കി തങ്ങളുടെ പ്രവർത്തനം ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതാ. ബാഫക്കി തങ്ങളുടെ പ്രവർത്തനത്തെ മാറ്റിവെച്ചുകൊണ്ടൊരു മദ്രസ പ്രസ്ഥാനം ചിന്തിക്കാൻ പോലും കേരളത്തിലെ മുസ്ലിമിനാവുകയില്ല. ആ ബാഫക്കി തങ്ങളടക്കമുള്ള നേതാക്കന്മാർ അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അഖിലേന്ത്യാ ഭാരവാഹികളും നേതാക്കന്മാരുമായിരുന്നു. അതേസമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സഹയാത്രികരുമായിരുന്നു. അപ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കൈകോർത്തുകൊണ്ട് അനവധി നേട്ടങ്ങൾ ഈ സമുദായത്തിന്റെ പ്രത്യുൽപദമായ ഈ നേട്ടങ്ങൾ അനവധി കൊയ്തെടുത്തിട്ടുണ്ട് എന്ന കാര്യം സംശയാതീതമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ നല്ലവരായ പാണക്കാട് സാദാത്യങ്ങൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിൽ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ചതി തിരിച്ചറിയുകയും അതുമായി ഒരു ചർച്ചയ്ക്ക് അവരുമായി ബന്ധപ്പെട്ട് പോവുകയും ചെയ്തിട്ടുണ്ടാവാം. അതുമായി ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടാവാം. അതിന്റെ പേരിൽ അവിടെ ഒരു പ്രതിഷേധവും അതിന്റെ പേരിൽ അവർ അടിയും അതല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു ചോദ്യം ചെയ്യലും അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇതില് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കക്ഷി ചേർക്കുന്നതിന്റെ ഉദ്ദേശലക്ഷ്യം എന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കക്ഷി ചേർക്കുന്ന ഉദ്ദേശലക്ഷ്യം എന്താ? സ്വാഭാവികമായിട്ടും ആ നാട്ടുകാർ എന്ന നിലക്ക് പാണക്കാട് സാദാത്യങ്ങളെ അംഗീകരിക്കുന്ന, പാണക്കാട് സാദാത്യങ്ങളെ നേതൃത്വം അംഗീകരിക്കുന്ന
ആ നാട്ടുകാര് എന്ന നിലക്ക് അവരുടെ പള്ളി പാണക്കാട് സാദാത്യങ്ങളുടെ മതവൈരികളായ, പാണക്കാട് സാദാത്യങ്ങളുടെ സംഘടനാ വൈരികളായ ഒരു വിഭാഗത്തിന്റെ കൈകളിൽ എത്തിപ്പെടുന്നതിനെതിരെ ചോദ്യം ചെയ്യാന്നുള്ളത് സ്വാഭാവികമായും അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു ലീഗുകാരന്റെ കടമയാണ്. സ്വാഭാവികമായും MSFന്റെ കുട്ടികൾ അടക്കമുള്ള ആളുകൾ അത് ചോദ്യം ചെയ്തിട്ടുണ്ടാവാം. ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയുടെയും മദ്രസയുടെയും ആളുകൾ എന്ന നിലക്ക് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് ഇമാതിരി വിഷയങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുക എന്നുള്ളത് അല്പത്തരല്ലേ? അത് വിഡ്ഢിത്തരമല്ലേ? അങ്ങനെ ഒരു വിഡ്ഢിത്തരത്തിനോ അല്പത്തരത്തിനോ അവർ തയ്യാറാവാത്തതിന്റെ ഫലമായി അതിൽ അവർ ഇടപെട്ടിട്ടുണ്ടാവാം. അവരുടെ നാട്ടിലെ സ്വത്ത് അടിച്ചു കൊണ്ടുപോകുമ്പോ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവിടുത്തെ നാട്ടുകാരുടെ വഖഫ് സ്വത്തുകൾ അടിച്ചു കൊണ്ടുപോകാൻ നാണമില്ലാത്ത ചില ആളുകൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾ ഇടപെടൂലേ? അവിടുത്തെ നാട്ടുകാരായ കൂട്ടാവ് എന്ന് പറയുന്ന പ്രദേശത്തെ 90% വരുന്ന അവിടുത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾ, അവരൊക്കെ ആ പ്രദേശത്ത് പെറ്റുപെരുകിയ ആളുകളാണ്. അവിടെ നിന്ന് ഏതോ അയൽപക്കങ്ങളിൽ നിന്ന് അവിടെ കുടിയേറിപ്പാർത്ത ചില ആളുകൾ ഇത് അവരുടെ രാഷ്ട്രീയ, അവരുടെ മതസംഘടനയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും ഇത് മുഴുവൻ അവരുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റുകയും ചെയ്ത ഏർപ്പാടിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അവിടുത്തെ അഭിമാനമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അത് അവർ ചെയ്തു, അത്രമാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അത് വലിയൊരു സംഭവമായി ചേളാരികൾ, SK-ക്കാര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയൊരു ചർച്ചക്ക് കോപ്പ് കൂട്ടിക്കൊണ്ട് കേരളത്തിൽ നിന്ന് മുടി മറക്കാനാണ് ചില ആളുകളുടെ ശ്രമം. ഇതുകൊണ്ടൊന്നും മുടി മറക്കൂല. ഇപ്പൊ മഞ്ചേരിയിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കും ആൾക്കാർ. മഞ്ചേരിയിൽ ആ മുടിമൂലിയരും കുട്ടികളും പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പോഴും മുടി പോകുന്നില്ല. അപ്പൊ എന്റെ മുടി നോക്കും ആൾക്കാർ. റസൂലുള്ളാന്റെ പേരിൽ ആ കള്ളമുടി കൊണ്ടുവന്നില്ലേ, ആ മൂലിയർ റസൂലുള്ളാന്റെ പേരിൽ ആ നീളല്ല വലിയ കള്ളമുടി കൊടുത്തിട്ട് ആ വിറ്റ് നടന്നിട്ട് അതിന്റെ പേരിൽ മദീനത്ത് നിന്ന് മണ്ണ് മാന്തി കൊടുന്നു, ഹറാമാണെങ്കിലും അത് ഹലാലാണെന്ന് പറഞ്ഞു ആ മൂലിയരോ. അപ്പോഴും മുടി ആൾക്കാർ വിടൂല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് പ്രശ്നം വീണ്ടും ചർച്ചയ്ക്ക് വരിക ചെയ്യുന്നത്. ഈ മുടി മറക്കാൻ ഇവർക്ക് ഒന്നുകൊണ്ടും ആവൂല എന്ന കാര്യം എന്റെ മാന്യ സുഹൃത്തുക്കൾ ചിന്തിക്കണം. മുടി വീണ്ടും 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 ചർച്ച ചെയ്യപ്പെടും അല്ലേ? മുടി വീണ്ടും ചർച്ച ചെയ്യപ്പെടും. മുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ബാലനെ കൊണ്ടുവന്നു. അത് വ്യാജ ബാലനാണോ അല്ലേ എന്ന ചർച്ചയുമായി മുന്നോട്ട് പോയി. അപ്പോഴും ചർച്ച വന്നത് എന്താ? ആരാ ബാലനെ കൊണ്ടുവന്നു? നമ്മളെ മുടിമോലിയര്. അപ്പോഴും മുടിമോലിയരാണ് ചർച്ച. അപ്പോഴും മുടിമോലിയരാണ്. എന്തിപ്പോ മണ്ണ് കൊണ്ടുവന്നപ്പോഴും ആരെപ്പോ മണ്ണ് കൊണ്ടുവന്നു? അപ്പോഴും ചർച്ച നമ്മളെ വ്യാജമുടി കൊണ്ടുവന്നില്ല. അത്ര നീളല്ല മുടി, ആ മറ്റേ പിന്നെ നഫീസാത്ത കൊടുത്ത മുടി. അതേമാതിരി നർത്തകൻ, മറ്റേ എന്താണ് പേര്, നർത്തകി നഫീസാക്കും, നർത്തകൻ പിന്നെ ചെച്ചിനിയൻ പ്രസിഡന്റിനൊക്കെ കൊടുത്ത മുടി ഉണ്ടല്ലോ, ആ നീളല്ല മുടി, ആ 1 മീറ്റർ 1.5 മീറ്റർ നീളല്ല മുടി റസൂലുള്ളാഹിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് 100-400 കോടി കട്ടുകൊണ്ടുപോയൊരു മൂല്യരില്ലേ, ആ മൂല്യര് യാത്ര നടത്തിയപ്പോൾ ആരുടെ യാത്ര? ആൾക്കാരിങ്ങനെ പുറത്താണ്. ആരാണ് ആ യാത്ര നടത്തുന്നത്? ആരാണ് ആ GMC-യിൽ? ആ GMC-യിലുള്ളതാണ് മറ്റേ മൂല്യര്. ഏത് മൂല്യര്? ആ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞാണ്ട് കള്ളമുടി കൊണ്ടുവന്ന ആളാണ്. എന്ത് ചെയ്താലും മുടി ആളുകൾ വിടൂല. മുടി, നിങ്ങൾ സത്യത്തിൽ മുടിയിൽ നിങ്ങൾ പെട്ടു. മുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനിയൊരു മാർഗം നിങ്ങൾക്കുണ്ടാവില്ല. ആ മുടി ചുറ്റിപ്പണഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളുടെ അന്ത്യം. ഒരു സംശയമല്ല. ആ മുടിയിൽ നിന്ന് കയറാൻ ഇലായോമിൽ ഖിയാമ നിങ്ങൾക്ക് സാധിക്കൂല. കാരണം ഇത് അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ നിങ്ങൾ പ്രയോഗിച്ച കുതന്ത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിൽപ്പന ചരക്കാക്കാൻ നിങ്ങൾ ഉണ്ടാക്കി തീർത്ത ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ ആ മുടിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് പുറത്തു പോകാമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അപ്പൊ ഏതായാലും എവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പറയില്ലേ, സാധാരണ ഞാൻ നാളെ പറഞ്ഞില്ലേ, അതായത് പാലം കുലുക്കി ഒരു വട്ടം ആചാര്യ ഒരു പാലം കുലുക്കിയപ്പോ കൺവട്ടം വീണു. അപ്പൊ കൺവട്ടം മുഗ്ഗുമ്പോ അപ്പൊ ചോദിച്ചും ആചാര്യ കുലുക്കിയില്ലേന്ന് ചോദിച്ചു. ഒരു വട്ടം പാലം കുലുങ്ങിയപ്പോ പിന്നെ കൺവട്ടം മൂന്ന് പിന്നെ തോട്ടിക്ക്. അപ്പൊ ആരെ പാലം എങ്ങനെയപ്പോ പാലം കുലുക്കി വെച്ചത്? ആചാര്യ കുലുക്കിയതാണ്. പിന്നെ എവിടെ കുലുങ്ങിയാലും അല്ലെങ്കിൽ കൺവട്ടം മൂണാലും വെറുതെ കൺവട്ടം മൂണ അപ്പൊ കൺവട്ടം ചോദിച്ചു ആചാര്യ കുലുക്കിയില്ലേന്ന് ചോദിക്കും. അതുപോലെ എന്ത് സംഭവിച്ചാലും മുടിമോലിയർ അല്ലെ, മുടിമോലിയർ പിന്നെ പിത്തന ഉണ്ടാക്കിയില്ലെന്ന് ചോദിച്ചു. ഇങ്ങനെ ഈ മുടിമോലിയർ ഉണ്ടാക്കുന്ന ഫിത്തനയാണ് ഇത് എന്ന് വ്യാപകമായി എല്ലാവർക്കും അറിയും. അടി കിട്ടിയെന്ന് അവർക്ക് പറഞ്ഞാലും ആളുകൾ എന്താ ചിന്തിക്കുക? എന്തിനപ്പോ പുതിയതായിട്ട് എന്തേ കിട്ടാൻ കാരണം എന്തെങ്കിലും ഫിത്തന അവർ ഒപ്പിച്ചിട്ടുണ്ടാവും. വെറുതെ കിട്ടൂല. എന്തിനാ കിട്ടിയെന്നാ ചോദിച്ചാ? എന്തിനാ കിട്ടി? കാരണം എന്താ ഇപ്പൊ പുതിയ ഫിത്തനാന്നാ ചോദിക്കുക. ഫിത്തന ആയിരിക്കുന്നില്ല കാര്യത്തിലും സംശയമല്ല. അങ്ങനെ എല്ലാ മഹല്ലത്തുകളിലും എല്ലാ പ്രദേശത്തിലും എല്ലാ പള്ളികളിലും എല്ലാ മദ്രസകളിലും ഫിത്തന ഉണ്ടാക്കുന്ന ഏർപ്പാട് മാത്രമാണ്. വളരെ പാത്തും പതുങ്ങിയും ഇവരിങ്ങനെ ഒപ്പം നിൽക്കും. മീർ ജാഫറിനെയും മീർ സാദിഖിനെ പോലെയും ഇവര് നമ്മളെ കൂടെ നിൽക്കും, നമുക്ക് ഒത്താശ ചെയ്തു തരും. മുനാഫിക്കിന്റെ എല്ലാ ലക്ഷണവും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ EK അബൂബക്കർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വലിയൊരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം കൃത്യമായി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്റെ മാന്യ സുഹൃത്തുക്കളെ, അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായി എഴുതി വെക്കുക. എഴുതി വെച്ചതെന്ന് വായിക്കുകയാണെങ്കിൽ
പിന്നെ സമയപരിമിതി കൊണ്ട് ഞാനതിപ്പോ വായിക്കുന്നില്ല. കൃത്യമായി ആ കാര്യങ്ങൾ വളരെ വളരെ കൃത്യമായി ആരാണ് ഇദ്ദേഹം, എങ്ങനെയാണ് ഇയാൾ ഇവിടെ രംഗപ്രവേശനം ചെയ്യുക, രംഗപ്രവേശനം ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഇയാൾ ഇവിടെ അവതരിപ്പിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ മഹാനായ ശംസുൽ ഉലമ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരവസരത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി ഒക്കെ മുന്നോട്ട് പോകാം. അപ്പൊ ഇത്ര സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് MSF ഒരു പരിപാടി ഉണ്ടായി. MSF പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വീണ്ടും അവർ പ്രതിഷേധം ഉണ്ടാക്കി. അതിനെതിരെ നമ്മൾ ഒരു പരിപാടി വെച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മുജീബ് ഫൈസി പൂലോട് അടക്കമുള്ള ആളുകൾ അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചു. ഇങ്ങനെയാണ് അവിടെ സംഭവങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ഇതൊക്കെ ചെയ്തിട്ട് അരിയും തിന്ന് ആസാരിച്ചിനെയും കടിച്ച് പിന്നെയും പട്ടി എന്ന് പറഞ്ഞതുപോലെ അരിയും തിന്ന് ആസാരിച്ചിനെയും കടിച്ച് പിന്നെയും പട്ടി എന്ന് പറയില്ലേ, അതുപോലെ ഇത്രയൊക്കെ ചെയ്ത് പള്ളി വ്യാജമായി പിടിച്ചെടുക്കാൻ ശ്രമിച്ച് അവിടുത്തെ പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്ത് പിന്നി നാണി എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് നാണി മുസ്ലിയാർ അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓന്ത് മുസ്ലിയാരുടെ ഗുണ്ട ഓന്ത് അബൂബക്കറിന്റെ ശിഷ്യൻ ഈന്ത് അബൂബക്കർ അവിടെ രംഗപ്രവേശനം ചെയ്തതോടുകൂടി കലുഷിതമായ ഒരു അന്തരീക്ഷം, വെറുതെ നിൽക്കണോല് മുമ്പിൽ ചെന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മെക്കെട്ട് കയറുന്ന ഒരു ഏർപ്പാട്. ആളുകളെ മെക്കെട്ട് കയറുക, സ്വാഭാവികമായിട്ടും ആളുകളെ മെക്കെട്ട് കയറുമ്പോ ആ വിഭാഗം അവിടുത്തെ സ്വാഭാവികമായി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ അടക്കമുള്ള ആ ഫാമിലിക്ക് അവരുടെ ഒരു അഭിമാനം ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും അവരെങ്ങനെ വെറുതെ ചെന്നുകൊണ്ട് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെന്ന് ചോദ്യം ചെയ്യൂലേ? ആ ഫാമിലി ചെന്ന് ചോദ്യം ചെയ്യൂലേ? പാവപ്പെട്ട കുട്ടികളെ അടിച്ചാക്രമിച്ച് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് MSF പ്രവർത്തകര്. MSF അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒക്കെ പ്രവർത്തകരായ കുട്ടികൾ അടി കിട്ടി ഇവരുടെ നിരന്തരമായ അക്രമത്തിന് വിധേയമായപ്പോ അവരുടെ കാറുകളടക്കമുള്ള അവരുടെ സ്വത്തുക്കൾ തച്ചു തകർത്തപ്പോ സ്വാഭാവികമായിട്ടും വീട്ടുകാരെന്ന നിലക്ക് സ്വാഭാവികമായ ഒരു പ്രതിഷേധം ഉണ്ടാവില്ലേ? അവരവരുടെ കുടുംബങ്ങളും വീട്ടുകാരും പോയി എന്ത് തോന്നിയസനായി കാട്ടുന്നു എന്ന് ചോദിക്കുമ്പോ ഉസ്താദിനോട് ചോദ്യം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഉസ്താദിനെ ചോദ്യം ചെയ്യാം. ഉസ്താദിനൊന്നും പറയാൻ പറ്റൂല. ഈ ഉസ്താദ് നാണിമൂലിയര് ഉസ്താദിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാൾ ചെല്ലുമ്പോൾ നാണിമൂലിയരെ തച്ചോ നേരത്തെ അങ്ങോട്ട് വിളിച്ചു പറയാം നാണിമൂലിയരെ ആക്രമിച്ചു. എന്നിട്ട് ഇവരെ ആളുകളെ മുഴുവൻ കലി തുള്ളിപ്പിച്ച് വികാരഭരിതമാക്കി അവിടേക്ക് കാട്ടാളന്മാരെ പോലെ വൃത്തികെട്ട രൂപത്തിൽ അവിടേക്ക് കത്തിയും കട്ടപ്പാരയും ഒക്കെയായി രംഗപ്രവേശനം ചെയ്യിപ്പിക്കുക. നാണി മുസ്ലിയാരെ തച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രതിസന്ധി കാലങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആളുകൾ ഉണർന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. അവരും സ്വാഭാവികമായിട്ടും ഇറച്ചിയും മാംസവും ഒക്കെ ഉള്ള ആളുകളാണ്. മാംസവും രക്തവും ഒക്കെ ശരീരത്തുള്ള ആളുകൾ എന്ന നിലക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ അവരുടേതായ രൂപത്തിൽ ആ ഇറച്ചിയിൽ ശരീരത്ത് വേദനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെവിയിലടിച്ചാൽ മറു കാണിച്ചു കൊടുക്കാൻ അവരാരും യേശുക്രിസ്തുക്കളല്ല എന്നെന്റെ മാന്യ സുഹൃത്തുക്കൾ ചിന്തിക്കണം. സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം ഈ വിഭാഗം ആളുകൾ ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും നാട്ടുകാരുടെയും പള്ളി സ്വന്തം സ്ഥാപനത്തിന്റെയും സ്വന്തം സംഘടനയുടെയും സ്വന്തം വ്യക്തികളുടെയും പേരിൽ അന്യായമായി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഏർപ്പാട്, അവരുടെ സ്വത്ത് കട്ടുകൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ സ്വാഭാവികമായിട്ടും നാട്ടുകാർ പിടികൂടിയതിന്റെ ജാള്യത മറച്ചുവെക്കുന്നത് അവർ നടത്തിയ ഏർപ്പാടാണ്. നിങ്ങൾ ഈ അടി കിട്ടി എന്ന് പറയുമ്പോൾ അടി കിട്ടാനുള്ള കാരണം നിങ്ങൾ തന്നെ വിശദീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു വിശദീകരണത്തിന്റെ ആവശ്യകത ഇല്ലായിരുന്നു എന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് സജീവമായ ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് താൽക്കാലികമായി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.